ഹായ്, അസ്സാം വലൈക്കും ഓൾ. നമ്മൾ വീണ്ടും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അറബിക് ഷോർട്ട് സ്റ്റോറീസ് എന്ന പാഠഭാഗത്തിലെ പുതിയ എപ്പിസോഡുമായി വന്നിരിക്കുകയാണ്. പേപ്പറിൻ്റെ വിശദാംശങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നില്ല. നേരത്തെ മനസ്സിലാക്കിയതുപോലെ ഇതിനകത്ത് 4 ബ്ലോക്കുകളാണുള്ളത്. ഇതിൽ 3ാമത്തെ ബ്ലോക്കിൽ നിന്നാണ് നമ്മൾ ഈ സീരീസ് ആരംഭിച്ചിരിക്കുന്നത്. മനസ്സിലായത് പ്രകാരം പരീക്ഷയ്ക്ക് ഈ ബ്ലോക്കിൽ നിന്ന് 2 ചാപ്റ്ററുകളാണ് വരാനിരിക്കുന്നത്. അതിലൊരെണ്ണം അദ്ദഫീനു സഗീർ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പരിശോധിച്ചതാണ്. ഇപ്രാവശ്യം അർഹസു ലയാലി എന്ന യൂസുഫ് ഇദ്രീസിയുടെ കഥയാണ് നമുക്ക് വായിച്ചു നോക്കാനുള്ളത്. പ്ലോട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരാണ് ഈ റൈറ്റർ എന്നൊന്ന് പരിശോധിക്കാം. യൂസുഫ് ഇദ്രീസ് 1927 ജനിച്ച് 1991 മരണപ്പെട്ട കാത്തിബുൻ മിസ്രിയുൻ ബാരിസുൻ നിപുണനായ ഒരു ഈജിപ്ഷ്യൻ റൈറ്ററാണ്. വാഹിദു മിൻ അബ്രസി റുവാദിൽ ഖിസ്സ അൽ ഖസീറ വൽ മസ്രഹിയ ഫിൽ അദബിൽ അറബി അൽ ഹദീസ്. ആധുനിക അറബ് സാഹിത്യത്തിലെ ചെറുകഥയുടെയും നാടകത്തിൻ്റെയും പ്രമുഖ രചയിതാക്കളിൽപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹം. വുലിദ ഫി ഖറിയത്തി ബൈറൂം ബി മുഹാഫദത്തി ഷർഖിയ ബി മിസ്ർ. ഈജിപ്തിലെ ഷർഖിയ പ്രവിശ്യയിലെ ബൈറൂം എന്ന ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ദറസ അത്വിബ് വ തഖറജ ഫി ആം 1951. 1951 മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയെങ്കിലും ലാക്കിന്നഹു ഇത്തജഹ ബിഷഗഫിൻ ഇലൽ കിതാബ. എഴുത്തിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം കാരണം ആ മേഖലയിലേക്ക് തിരിഞ്ഞു. മുഅബ്ബിറൻ അനിൽ വാഖിയ അൽ മആഷ് ലിത്തബഖാത്തിൽ ഫഖീറ വൽ മഹ്മൂമ ഫിൽ മുജ്തമഇൽ മിസ്രി. ഈജിപ്ഷ്യൻ സമൂഹത്തിലെ ദരിദ്രരുടെയും കഷ്ടപ്പെടുന്നവരുടെയും ജീവിത യാഥാർത്ഥ്യങ്ങളെ അദ്ദേഹം തൻ്റെ രചനകളിലൂടെ ആവിഷ്കരിച്ചു. ഇസ്തുഹിറ ഇദ്രീസ് ബി ഉസ്ലൂബിഹി അൽ വാഖിയ അൽ ജരിയ. തൻ്റെ ധീരവും യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ളതും റിയലിസ്റ്റിക് ആയിട്ടുള്ളതുമായ ശൈലിയിലൂടെ അദ്ദേഹം ഏറെ വിശ്രുതനായി. വഖുദ്റതിഹി അൽഫായിഖ അല തസ്വീർ നഫ്സി ലി ശഖ്സിയാതിഹി. തൻ്റെ കഥാപാത്രങ്ങളുടെ മാനസിക വ്യഥകളെ വളരെ കൃത്യമായി ചിത്രീകരിക്കാനുള്ള അസാമാന്യമായ കഴിവുകൊണ്ടും അദ്ദേഹം പ്രസിദ്ധനായി. കാനത്ത് അമാലുഹു തതനാവലു ഖളായ ഇജ്തിമാഇയ വസിയാസിയ അമീക. വളരെ ആഴത്തിലുള്ള രാഷ്ട്രീയവും സാമൂഹികവുമായ വിഷയങ്ങൾ അദ്ദേഹം തൻ്റെ കൃതികളിലൂടെ കൈകാര്യം ചെയ്തു. മിസ്ൽ അൽ ഫഖർ വൽ വൽ ഖംഅ വൽ ബഹസ് അനിൽ ഹുരിയ വൽ കറാമത്തുൽ ഇൻസാനിയ. ഫോർ എക്സാമ്പിൾ, ദാരിദ്ര്യം, അനീതി, അടിച്ചമർത്തൽ, സ്വാതന്ത്ര്യത്തിനായുള്ള അന്വേഷണങ്ങൾ, മാനുഷിക അന്തസ്സ് എന്നിവ പോലുള്ള വിഷയങ്ങളെ ആഴത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്തു. അമീൻ അബ്റദി മുഅല്ലഫാതിഹി ഫിൽ ഖിസ്സത്തിൽ ഖസീറ. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ചെറുകഥകളിൽപ്പെട്ടതാണ് അർഹസു ലയാൽ, ഹാദിസത്തു ഷർഫ്, ബൈത്തു മിൻ ലഹം ഇങ്ങനെ തുടങ്ങിയവയൊക്കെ. അമ്മ ഫിൽ മസ്റഹ്. ഇനി നാടകത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഫമിൻ അഷ്ഹുരി അമാലിഹി അൽ ഫറാഫീർ വൽ മുഖത്തത്തൂൻ. ഇവ രണ്ടുമാണ് അതിൽ ശ്രദ്ധേയം. തുർജിമത്ത് അമാലുഹു ഇല ഇദ്ദത്തി ലുഗാത്തിൻ. ധാരാളം ഭാഷകളിലേക്ക് ഇദ്ദേഹത്തിൻ്റെ കൃതികൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വനാല ബിഹ ഷഹറത്തൻ ആലിമിയ. അതുകൊണ്ട് തന്നെ ഒരു ഗ്ലോബൽ പ്രസിദ്ധി അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. റഹല യൂസുഫ് ഇദ്രീസ് അന്നൻ ഫി ആം 1991. ഈ വർഷത്തിലാണ് അദ്ദേഹം മരിച്ചു പോകുന്നത്. താരിഖൻ ഖൽഫഹു ഇർസൻ അദബിയൻ ഗനിയൻ വ അസറൻ ബാലിഗൻ ഫിൽ അദബിൽ അറബ്. സമ്പന്നമായ ഒരു സാഹിത്യ പാരമ്പര്യവും അറബ് സാഹിത്യത്തിൽ വലിയ സ്വാധീനവും അവശേഷിപ്പിച്ചിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് യാത്ര പോയത്. ഇതാണ് നമുക്ക് ഓഥറെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. ഇനി കഥയുടെ പ്ലോട്ടിലേക്ക് വരാം. ഒരു 1 ലൈൻ നറേഷൻ നടത്തുവാണെങ്കിൽ, യബ്ലു ഇഹ്ബാത്തു റജുലിൻ ഫഖീരിൻ. ഒരു ദാരിദ്ര്യം കൊണ്ട് പൊറുതി വിട്ടിയ ഒരു മനുഷ്യൻ, മിൻ ഹയാത്തിഹി അൽ മുസ്ദഹിമ. വളരെ തിരക്കേറിയ ഒരു ജീവിതം. മുഷ്കിലാത്തിഹി അൽ മാലിയ. സാമ്പത്തികമായ ധാരാളം പ്രതിസന്ധികൾ. ദുർവത്തഹു ഫി തആഫുലിൻ ഖാസിൻ. ഇതെല്ലാം കൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വല്ലാത്ത ഇടങ്ങാറു ദുരിതമയമാക്കുന്ന ഒരവസ്ഥ. ലാക്കിൻ ഹമീമുൻ മഅ സൗജതിഹി. പക്ഷെ അതേസമയം തന്നെ ഭാര്യയുമായിട്ട് നല്ല നൈർമല്യമുള്ളൊരു ബന്ധം നിലനിർത്താൻ പറ്റുന്നുണ്ട്. മിമാ യുഅദ്ദി ഇലാ വിലാദത്തി തുഫിൽ ആഖിർ. അത് പിന്നെയും കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്നുമുണ്ട്. വയുഅസിറു ദാഇറതുഹു ലഅനാഹിയ ഇലൽ ഇഹ്ബാത്ത്. അതാവട്ടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസത്തെ കൂടുതൽ കുടുസാക്കി മാറ്റുകയും ചെയ്യുന്നു. ചുരുക്കി പറയാം, ഒരു മനുഷ്യൻ അങ്ങേയറ്റം ദാരിദ്ര്യവും പരിവട്ടവും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാൾ. സാമ്പത്തിക പ്രശ്നമുണ്ട്, ശാരീരികമായ പ്രശ്നങ്ങളുണ്ട്, സാമൂഹികമായ പ്രശ്നങ്ങളുണ്ട്,
അങ്ങനെ മൊത്തത്തിൽ ജീവിതം കോഞ്ഞാട്ടിയായി പോയ ഒരു മനുഷ്യൻ. അപ്പോൾ അയാളുടെ ജീവിതത്തിലെ ചില രാത്രികൾ, അല്ലെങ്കിൽ ഒരു രാത്രിയാണ് നമ്മൾ ഈ കഥയിൽ നോക്കിക്കാണാൻ പോകുന്നത്. പക്ഷെ അത് അങ്ങേയറ്റം ചീപ്പായിട്ടുള്ള, ഒരു വിലയും നിലയില്ലാത്ത ഒരു രാത്രിയായിട്ടാണ് അയാൾ സ്വയം മനസ്സിലാക്കുന്നത്. ശരി, നമുക്ക് ഇനി ഈ കഥയിലെ കഥാപാത്രങ്ങളെ ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത് അബ്ദുൽ കരീം ബത്തുൽ ഖിസ്സ. അദ്ദേഹമാണ് ഈ കഥയിലെ നായകൻ. കൂടുതലും അദ്ദേഹത്തെയാണ് നമ്മൾ അടുത്തറിയാൻ പോകുന്നത്. റജുലുൻ ഫഖീറുൻ, ഒരു പാവം പിടിച്ച മനുഷ്യനാണ്, ദരിദ്രനാണ്. യഷ്ഉറു ബില്ലൈഖി വൽ അലം, ഭയങ്കര ബുദ്ധിമുട്ടും കോപവും ദേഷ്യവും ഒക്കെ ഒരേ സമയം സമന്വയിച്ച ഒരു പ്രത്യേക പ്രകൃതം. മിൻ വാഖിഇഹി വ കസുറത്തിൽ അത്ഫാൽ, ഓരോരോ സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ആധിക്യം, ഇതെല്ലാം കാരണത്താൽ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ മോശമായി പോയ ഒരു മനുഷ്യൻ. രണ്ടാമത് തൻത്വാവി. ഇദ്ദേഹം അൽ ഖഫീറുല്ലദീ ദഅ അബ്ദുൽ കരീം ലി ശുർബി ഷായ്. നമ്മുടെ കഥാപാത്രമായ അബ്ദുൽ കരീമിനെ ചായ കുടിക്കാൻ ക്ഷണിക്കുന്ന ഒരു കാവൽക്കാരനാണ് തൻത്വാവി എന്ന് പറയുന്നത്. പക്ഷെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഹുവ യുമസ്സിലു സബബൻ മുബാഷിറൻ ലിസഹരി അബ്ദുൽ കരീം വ തഫാഖു മിൻ ലീഖിഹി. നമ്മുടെ കഥാപാത്രം അബ്ദുൽ കരീമിന്റെ അന്നത്തെ ഉറക്കം നഷ്ടപ്പെടാനും അസ്വസ്ഥത വർദ്ധിക്കാനും ഒക്കെ നേരിട്ടുള്ളൊരു കാരണമായത് തൻത്വാവിയാണെന്നാണ് പറയപ്പെടുന്നത്. മൂന്നാമത്തത് സൗജത്തു അബ്ദുൽ കരീം, നായകന്റെ ഭാര്യയാണ്. ഇമ്രത്തുൻ നായിമത്തുൻ ബി ഉമുക്കിൻ വ മുതഅബത്തിൻ. നമ്മൾ അവളെ പരിചയപ്പെടുമ്പോൾ വളരെ ഗാഠമായ നിദ്രയിലായിരിക്കും അവൾ, ഭയങ്കര ക്ഷീണിതയുമാണ്. തുമസിലുൽ വാഖിയ അൽ മുതജദ്ദിർ ലിൽ ഫഖർ വ കസ്റത്തിൽ ഔലാദ്. കുട്ടികളൊക്കെ ധാരാളം പെറ്റുകൂട്ടുന്നതും സ്ത്രീകളായിരിക്കുമല്ലോ. അപ്പം അതിൻ്റെ ഒരു പ്രയാസം, ഇതിൻ്റെ എല്ലാം ഒരു നേർചിത്രത്തെ റെപ്രസെൻ്റ് ചെയ്യുകയാണ് അവൾ. പിന്നെ അത്ഫാലുൽ ഖറിയ ഔലാദ് അബ്ദുൽ കരീം, ആ ഗ്രാമത്തിലെ കുറേ കുട്ടികൾ, അതുപോലെ തന്നെ അബ്ദുൽ കരീമിൻ്റെ മക്കൾ, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള കുറേ കുഞ്ഞുങ്ങളാണ് അടുത്ത കഥാപാത്രം. യുമസ്സിലൂന അല്ലൗലാ വൽ അബ അദ്ദാഇം ഫി ഹയാത്തി അബ്ദുൽ കരീം. അബ്ദുൽ കരീമിൻ്റെ ജീവിതത്തിലെ നിരന്തരമായ ശല്യങ്ങളെയും ഭാരത്തെയും ഒക്കെയാണ് ഈ കുട്ടികൾ പ്രതിനിധീകരിക്കുന്നത്. വഹും സബബു ഇഹ്ബാത്തിഹി അർ റഈസി. അദ്ദേഹത്തിൻ്റെ നിരാശയുടെ പ്രധാന കാരണം ഈ കുട്ടികൾ തന്നെയാണ്. അപ്പം ഇങ്ങനെ ഏതാനും ചില കഥാപാത്രങ്ങൾ മാത്രമാണ് ഈ കഥയിലുള്ളത്. നമുക്കിനി കഥയുടെ ബ്രീഫ് സമ്മറി ഒന്ന് പരിശോധിക്കാം. മുഖ്തസറുൽ ഖിസ്സ. കാന അബ്ദുൽ കരീം റജുലൻ ബസ്വീതൻ യഈഷു ഫീ ഖറിയത്തിൻ മുസ്ദഹിമത്തിൻ ബിസ്സിഗാർ. ധാരാളം കുട്ടികൾ തിങ്ങി നിറഞ്ഞ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ലളിതമായ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അബ്ദുൽ കരീം. വകാന യശ്ഉറു ബില്ലൈഖി വൽ ഇൻസിആജ് അദ്ദാഇം മിൻ കസ്റതിഹിം. ഈ കുട്ടികളുടെ ആധിക്യം കാരണം അയാൾക്ക് എപ്പോഴും അസ്വസ്ഥതയും ദേഷ്യവും തോന്നുമായിരുന്നു. ഹത്താ അന്നഹു കാന യൽഅനുഹും വയസുബ്ബു ആബാഅഹും വഉമ്മഹാതഹും കുല്ലമാ മർറ ഫി അസ്സുകാഖ് അല്ലൈഖ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഓരോ പ്രാവശ്യവും ആ ഇടുങ്ങിയ ഇടവഴിയിലൂടെ കടന്നു പോകുമ്പോൾ ആ കുട്ടികളെയും കുട്ടികളുടെ ഉമ്മമാരെയും ഉപ്പമാരെയും ഒക്കെ ശപിക്കുകയും തെറി വിളിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് വീട്ടിലേക്കും പള്ളിയിലേക്കും അങ്ങനെ പല സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ഇടവഴിയുണ്ട്. ആ ഇടവഴിയിൽ പോകുമ്പോഴെല്ലാം ധാരാളം കുട്ടികൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ടാവും. അവരിദ്ദേഹത്തിൻ്റെ തൊപ്പി പിടിക്കും, കുപ്പായത്തിൽ കമ്മീസിലൊക്കെ പിടിക്കും, വലിക്കുകയൊക്കെ ചെയ്യും, നടക്കുമ്പോൾ കാലിൽ ചവിട്ടും. അങ്ങനെ തിങ്ങി നിറഞ്ഞ ഒരു പ്രദേശമാണ് കുട്ടികളെ കൊണ്ട്. അപ്പോൾ ആ ഒരു അസ്വസ്ഥത, ആ ഒരു ഇറിറ്റേഷൻ അദ്ദേഹം പലപ്പോഴും പ്രകടിപ്പിക്കുമായിരുന്നു. ലം യകുൻ യജ്ദു റാഹതൻ ഫി ബൈതി. സ്വന്തം വീട്ടിൽ പോലും അദ്ദേഹത്തിന് ഒരു സ്വസ്ഥതയും ഉണ്ടാകുമായിരുന്നില്ല. വലാ മുതഅതൻ ഫി സഹർ. ഇനിയിപ്പോൾ ഉറക്കമൊഴിച്ചിരുന്നാൽ പോലും അദ്ദേഹത്തിന് അത് സന്തോഷം നൽകില്ല. വലാ മകാനൻ യഖ്ലി ഫീഹി ലൈലത. തൻ്റെ രാത്രി കഴിച്ചുകൂടാൻ പറ്റിയ ഒരു ഇടവും അദ്ദേഹത്തിനില്ല. എങ്ങനെയല്ലാതെ ദൂന അൻ യശഅറ ബിൽ ഗളബി വൽ ഖഹർ. ദേഷ്യവും ദുരിതവും തോന്നിയിട്ട് അതിങ്ങനെ ഫീൽ ചെയ്തിട്ടല്ലാതെ. മിൻ ഹാലിഹി വ മിൻ ഹാലിൽ ബൽദത്തി ബി അക്മലിഹ. തൻ്റെയും തൻ്റെ ഗ്രാമത്തിൻ്റെയും ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് ദേഷ്യവും ഇറിറ്റേഷനും ഒക്കെ ഇങ്ങനെ വല്ലാതെ അങ്ങോട്ട് ഫീൽ ചെയ്ത് അനുഭവിച്ച് കഴിച്ചുകൂട്ടാൻ വിധിക്കപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. കാന അക്സറുമായ അരുമുഹു ഹുവ ഫഖറുഹു അൽ മുദക്ക. അയാൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിരുന്നത് ദാരുണമായ ദാരിദ്ര്യമായിരുന്നു. വ അജ്സുഹു അൻ ദിഹാബി ഇലൽ മുഖാഹി ഔ മജാലിസു സഹർ. മറ്റു പുരുഷന്മാരെ പോലെ മുഖാഹിയിലേക്ക്, മുഖാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഫി ഷോപ്പുകൾ, അതുപോലെ മജാലിസു സഹർ രാത്രി ചെലവഴിക്കാൻ പറ്റുന്ന ക്ലബ്ബുകൾ, നൈറ്റ് ക്ലബ്ബുകൾ, ഇവിടങ്ങളിലേക്കൊന്നും കഗൈരിഹി മിന റിജാൽ മറ്റു പുരുഷന്മാരെ പോലെ പോകാൻ പറ്റുന്നില്ല എന്നതും ഇദ്ദേഹത്തിൻ്റെ ഒരു വേദനയായിരുന്നു. ഫഖദ് കാന ബിലാ ഖർഷ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു നയാ പൈസ പോലും ഉണ്ടായിരുന്നില്ല. അത് അവിടുത്തെ ഒരു നാണയമാണ് ഖർഷ് എന്ന് പറയുന്നത്. വലാ ഹത്താ ഷായിൻ ഫി ബൈത്തി. ഇനി വീട്ടിലാവട്ടെ ഒരു ചായ കുടിക്കാനുള്ള നിവൃത്തി പോലുമില്ല. വകാന യശ്ഉറു ബിൽ ഗുമൻ
അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നി. ഹിന യതദക്കറു ഫൻജാന ഷായ് അല്ലദീ ശരബഹു ഹിൻദൽ ഖഫീർ തൻത്വാവി. സെക്യൂരിറ്റി ഗാർഡായിരുന്ന തൻത്വാവിയുടെ അടുക്കൽ നിന്ന് താൻ കുടിച്ച ചായയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നി. വലദീ കാന സബബൻ ഫി സഹറത്തിഹി, തൻ്റെ ഈ ഉറക്കമൊഴിച്ചിരിപ്പിന് കാരണം പോലും ആ ചായയാണ്. വദിയാഇ ലൈലത്തിഹി, തൻ്റെ ഈ രാത്രി നഷ്ടപ്പെടാൻ കാരണവും ആ ചായ തന്നെ. അത് ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നി. വല്ല അബ്ദുൽ കരീം യതസാഅലു ഇലാ ഐന യദ്ഹബ്, ഇനിയിപ്പോൾ എങ്ങോട്ടാ പോകേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. വകൈഫ യഖ്ലി ലൈല, ഈ രാത്രി ഇപ്പം എങ്ങനെ തീർക്കും. ഫലൽ ബൈത്തു യുരീഹ്, ഈ വീട് ഒരു ആശ്വാസവും നൽകുന്നില്ല. വലസ്സഹർ യുനാസിബു, ഈ ഉറക്കമൊഴിച്ചിരിക്കലാണെങ്കിൽ അദ്ദേഹത്തിന് യോജിക്കുന്നുമില്ല. വല യജിദു മഅവാലിൽ ഹുറൂബി മിൻ വഹദതിഹി വഹുമൂമിഹി, തൻ്റെ വേദനയിൽ നിന്നും ഏകാന്തതയിൽ നിന്നും ഓടി ഒളിക്കാൻ പറ്റിയ ഒരു കേന്ദ്രവും അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. വകാന യഅരിഫു അന്ന ഇംറതഹു ലൻ തഖല നഫ്സഹ ലിതുഹർറിള ലഹു ഷൈഅൻ, തൻ്റെ ഭാര്യ എഴുന്നേറ്റ് വന്ന് തനിക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി തരാൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. വ അന്ന ഔലാദഹു ഖദ് ഇൽതഹമു കുല്ലമാ ഫിൽ ബൈത്ത്, വീട്ടിലുള്ള സാധനങ്ങളെല്ലാം മക്കൾ മുഴുവൻ തിന്നു തീർത്തിട്ടുണ്ടാകും എന്നും അദ്ദേഹത്തിന് അറിയാം. ഫബഖിയ ഫി ഹൈറത്തിൻ ഖാതില ഹത്താ ഖററ ഫി നിഹായതി അൻ യഊദ ഇലൽ ബൈത്ത്. അപ്പോൾ ഇതെല്ലാം ചിന്തിക്കുന്നത് ഈ പോകുന്ന വഴിയിൽ ഒരിടത്ത് ഇരുന്നിട്ടാണ്. കുട്ടികളുടെ ശല്യങ്ങളും കാര്യങ്ങളെല്ലാം സഹിച്ച് അതിനെങ്ങനെയല്ലോ മറികടന്ന് ഒരിടത്ത് പോയി ഇരിക്കുകയാണ് ഇദ്ദേഹം. അവിടുന്നാണ് ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് എന്ത് കാര്യം, ഒരു സമാധാനം ഉണ്ടാവില്ല, ഇവിടെ കിടന്നുറങ്ങാനാണെങ്കിൽ അതും പറ്റില്ല, അങ്ങനെ മൊത്തത്തിൽ മുടിഞ്ഞു പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇരിക്കുകയാണ്. ഭക്ഷണം ഉണ്ടാവില്ല, കിടക്കാൻ സ്ഥലം ഉണ്ടാവില്ല, മൊത്തത്തിൽ പ്രയാസമാണ്. എന്നാലും ഒടുക്കം വീട്ടിലേക്ക് പോകാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. വയഖ്ലൽ അലാ ത്വരീഖതിഹിൽ ബസീത അൽ മുഅതാദ, പതിവ് പോലെ തന്നെ തൻ്റെ പതിവ് പോലെ സാധാരണത്വം നിറഞ്ഞ ലളിതമായ രീതിയിൽ ഈ രാത്രിയും കഴിച്ചു കൂട്ടിയേക്കാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ആദ അബ്ദുൽ കരീം ഇലാ ബൈതിഹിൽ മുളലിം, ആ ഇരുണ്ട വീട്ടിലേക്ക് അദ്ദേഹം മടങ്ങിച്ചെന്നു. യദ്ഹഫു ബൈന ഔലാദിഹി നായിമീൻ, ഉറങ്ങിക്കിടക്കുന്ന തൻ്റെ മക്കളുടെ ഇടയിലൂടെ ഇഴഞ്ഞിഴഞ്ഞ് അദ്ദേഹം നീങ്ങി. ഹത്ത വസല ഇലാ സൗജതിഹി, തൻ്റെ ഭാര്യൻ്റെ അടുക്കലേക്ക് എത്തുന്നത് വരെ. എല്ലാവരും ഇങ്ങനെ കൂടിക്കുഴഞ്ഞ് നിലത്ത് ഇങ്ങനെ കിടക്കുവാണ്. അപ്പം അതിനിടയിലൂടെ ഇഴഞ്ഞിഴഞ്ഞ് ഭാര്യയുടെ അടുത്തിലെത്തി. ബദലൻ മിൻ ഐ യൂഖിലഹ, അപ്പോൾ അവളെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നതിന് പകരം ബദഅ യുദല്ലകു ഖദമൈഹ വയുലാഇബുഹ ബിലുത്ഫിൻ, അവളുടെ 2 കാലുകളിലും മസാജ് ചെയ്യാനും സ്നേഹത്തോടെ തലോടാനും ആരംഭിച്ചു. നോക്കണം, തൻ്റെ വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന കുട്ടികൾ, നാട്ടിലാണെങ്കിലും തഥൈവ ധാരാളം കുട്ടികൾ, ദാരിദ്ര്യം, കഷ്ടപ്പാട്, അപ്പോൾ മൊത്തം തൻ്റെയും നാട്ടിൻ്റെയും ഒക്കെ ദുരിതത്തെക്കുറിച്ച് ഈ എന്താ പറയുന്ന ഒരു മൂഞ്ചിയ ജീവിതം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളൊരു അവസ്ഥയെക്കുറിച്ച് പഴിച്ചു ജീവിക്കുകയാണ് ഇയാൾ. എന്നിട്ട് ഇയാൾ ഈ രാത്രി എന്താ ചെയ്യാൻ പോണത്, ഭാര്യയുടെ അടുക്കലെത്തി കാലൊക്കെ ഒഴിഞ്ഞ് മസാജ് ചെയ്ത് പതിയെ അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഫസ്തൈഖലത്, അപ്പോൾ അവൾ എഴുന്നേറ്റു. അലാ സുബാബിഹി അൽ അഖീർ ലി തൻതാവി, തൻതാവിയെ ഇയാൾ ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അയാളുടെ ചായ കുടിച്ച ശേഷമാണ് ഈ ഉറക്കെല്ലാം പോയത്. അപ്പം അതിൻ്റെ പേരിൽ ഇയാളിങ്ങനെ ചീത്ത പറഞ്ഞ് ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ കേട്ടിട്ട് ആ ഭാര്യ ഉറക്കമെണീറ്റു. ഫിനിഹായ, അങ്ങനെ ഒടുക്കം കാന സമുറത്തിൽ കല്ലൈല ട്വിഫ്ലൻ സാബിയൻ, അങ്ങനെ ആ രാത്രിയുടെ അനന്തരഫലം എന്താണ്, ഒരു 7ാമത്തെ കുഞ്ഞിന് ജന്മം ലഭിച്ചു എന്നതാണ്. കാര്യം മനസ്സിലായല്ലോ. ജഅലി യസീദ മിൻ അദദിൽ ഔലാദ് അല്ലദീന യുസജ്ജഊനഹു കുല്ല ലൈല, ഓരോ രാത്രിയിലും ഇങ്ങോരെ ഇടങ്ങാറാക്കാനുള്ള കുട്ടികളുടെ കൂട്ടത്തിലേക്ക് ഒന്നുകൂടെ വർദ്ധിച്ചു. വയുഷ്അലൂന നാറ തസാഉലിഹി അനിൽ മകാൻ അല്ലദീ യഅതൂന മിൻഹ, അപ്പോൾ ഇയാളിങ്ങനെ ആലോചിച്ചു പോവാണ്, ഇത് എവിടെ നിന്നാണ് ഈ കുട്ടികളെല്ലാം ഇങ്ങനെ വരുന്നത്, ആകാശത്ത് വല്ല തുളയുണ്ടോ, അതിലൂടെ എങ്ങനെയാണോ ഇത്രയും കുട്ടികളാണ് നാട്ടിൽ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് ആലോചന, ഒരു വശത്ത് കുട്ടികളുടെ ഉൽപ്പാദനം, ഇത് രണ്ടും തകൃതിയായി മുന്നോട്ട് പോകുന്നു. എല്ലാ നാട്ടിലും ഏറെക്കുറെ ഇത് തന്നെയാണ് സംഭവം. ദാരിദ്ര്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പൊങ്ങച്ചത്തിന് ഒരു കുറവില്ലല്ലോ. എന്ന പോലെ തന്നെ മക്കളെ ഉൽപ്പാദിപ്പിക്കുന്നതിലും തൻ്റെ ലൈംഗിക തൃഷ്ണകൾ പൂർത്തീകരിക്കുന്നതിനും ഒന്നും ആൾക്കാർക്ക് നിയന്ത്രണം വരുത്താൻ പറ്റുന്നില്ല. അതേസമയം തന്നെ ദാരിദ്ര്യവും പരിവട്ടത്തെക്കുറിച്ചൊക്കെ പഴി പറഞ്ഞുകൊണ്ടേയിരിക്കുകയും വേണം. ഇദ്ദേഹം ഒരു റിയലിസം ബേസ് ചെയ്തുകൊണ്ട് കഥകൾ എഴുതുന്ന ഒരാളായതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ പച്ചയായ പ്രതിഫലനങ്ങൾ ഈ എഴുത്തുകളിൽ കാണാൻ കഴിയുന്നതാണ്. എനിവേ, നമ്മുടെ ഈ പാഠം ഇത്രയും ഹ്രസ്വമായ സ്വഭാവത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു പാർട്ട് ബിയിലൂടെ കുറച്ച് ചോദ്യോത്തരങ്ങൾ കൂടി പരിശോധിക്കാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.